കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 28. നിന്റെ മുഖമെന്താ പ്രവീണെ കാട്ടുപോത്തിനെ പോലെ വെച്ചിരിക്കുന്നത്? വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 3 പേരും കൂടി ചിൽ ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ശരിയാണോ? ഒരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു പോകാനുള്ളതിന് എന്ത് ശോകമായ അന്തരീക്ഷമാണിത്. അത് അഭി ചോദിച്ചത് ശരിയാണ്. മരണ വീട്ടിൽ പോകുന്നത് കണക്കിങ്ങനെ ശോകമായിരിക്കുന്നത് എന്തിനാണ്? ഫ്രണ്ടിലേക്കാന് പ്രവീണിന്റെ തോളിൽ തട്ടി ആദം കൂടി അഭിയെ സപ്പോർട്ട് ചെയ്ത് ചോദിച്ചതും പ്രവീൺ പറഞ്ഞു, നിനക്ക് രണ്ടെണ്ണത്തിനും ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെയൊക്കെ അങ്ങ് ചോദിച്ചാൽ മതിയല്ലോ. ഇത്രയും ദിവസമായിട്ടും അവൾ ഒരു പൊടി പോലും അടങ്ങിയിട്ടില്ല. സാധാരണ എനിക്ക് ഒഫീഷ്യൽ ആയാലും അൺഒഫീഷ്യൽ ആയാലും പോകാനുള്ളതൊക്കെ ഒതുക്കി റെഡിയാക്കി ചെറിയ വിങ്ങലുമായി നിൽക്കുന്നവൾ ഇന്നൊന്നും ചെയ്തു തന്നതുമില്ല. ഞാൻ ഇറങ്ങുന്നത് വരെ മൈൻഡ് വെച്ചിട്ടുമില്ല. പ്രവീണെ, ഞങ്ങൾ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. നിന്റെ അമ്മയെയും അച്ഛനെയും നോക്കണ്ടെന്ന് ഞങ്ങളും പറയില്ല. ഞങ്ങളുടെ അറിവിൽ ആശയും പറയില്ല. കൂടെ നിർത്തി നോക്കുന്നതിനേക്കാൾ ഇരട്ടി ചെലവുകൾ അവർ എല്ലാ മാസവും വിളിച്ചു പറയുമ്പോൾ അത് നിന്നെക്കൊണ്ട് താങ്ങാൻ കഴിയാതെ ആശയുടെ ശമ്പളത്തിൽ കൂടി കൈയിട്ട് വാരുമ്പോൾ എത്രയെന്ന് കരുതിയാണ് ആശ ക്ഷമിക്കുന്നത്? ഒരു പെണ്ണും ഇത്രയൊന്നും ക്ഷമിക്കില്ല. ആശ 5 ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചപ്പോൾ അത് മുഴുവൻ നീ കാറ് മേടിക്കാൻ ചിലവാക്കിയില്ലേ? സെക്കൻഡ് ഹാൻഡ് കാർ എന്ന് പറഞ്ഞവർക്ക് അവസാനം പുതിയത് തന്നെ മതിയെന്ന് പറഞ്ഞ് നീയും അത് സമ്മതിച്ച് വാങ്ങിക്കൊടുത്തില്ലേ? ഒന്നുകിൽ പറയുന്ന അവർക്ക് മാന്യത വേണം, അല്ലെങ്കിൽ ചെയ്യുന്ന നിനക്ക് മാന്യത വേണം. ഇത് രണ്ടുമില്ലാതെ നിങ്ങളുടെ ബാധ്യതകളും ചിലവിനും ഇടയ്ക്ക് ഇരട്ടി ബാധ്യത കൂടി വരുത്തി വെക്കുമ്പോൾ ആശയ്ക്ക് എങ്ങനെയായാലും ദേഷ്യം വരും. എത്രയെന്ന് കരുതിയാണ് സഹിക്കുന്നത്? നിങ്ങൾ രണ്ടും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് ശരിക്കും സങ്കടം വരും. അമ്മ ഓരോന്നും പറയുമ്പോൾ എങ്ങനെയാണ് പറ്റില്ലെന്ന് പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ അമ്മയല്ലേ. ഞങ്ങൾ എ സിയിൽ കിടക്കുമ്പോൾ അമ്മയും അച്ഛനും എ സി വേണമെന്ന് പറയുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? അച്ചച്ചോ, ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. നീ മകന്റെ കടമ നിർവഹിക്കുക തന്നെ വേണം. അത് പക്ഷേ നിന്റെ കയ്യിലെ കാശെടുത്ത് ചെയ്യണം. അതല്ലെങ്കിൽ നിന്റെ അമ്മയുടെ കയ്യിൽ 6-7 വള കിടപ്പുണ്ടല്ലോ, അതിൽ നിന്ന് ആവശ്യത്തിന് വാങ്ങി പണയം വെച്ചിട്ട് അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ അടച്ച് എടുത്തു കൊടുത്താൽ മതി. അല്ലാതെ ആശ ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യ ആനിവേഴ്സറിക്ക് അത്യധികം ആശയോടെ നിനക്ക് വാങ്ങിത്തന്ന മാല പണയം വെക്കട്ടെ എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. അതൊന്നും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല. നീ ഇനി എത്രയൊക്കെ നിന്റെ അമ്മയെന്ന് പറഞ്ഞാലും നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആശ ഇതൊക്കെ സഹിക്കുന്നത്. അല്ലാതെ നിന്റെ വീട്ടുകാരെ ആശയ്ക്കൊരു പൊടി പോലും ഇഷ്ടമല്ല. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച അവരെ ആർക്കെങ്കിലും സ്നേഹിക്കാൻ കഴിയുമോ? നീ അതൊക്കെ മറന്നുപോയാലും ആശയും ഞങ്ങളുമൊന്നും അതൊട്ടും മറക്കില്ല. ആശയുടെ കരച്ചിലും ഭയവും ഇന്നലെ എന്നതുപോലെ ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. പ്രവീണിന്റെ വാ തുറക്കാൻ കഴിയാത്ത വിധം അഭി ആണിയടിക്കുന്നത് പോലെ ഓരോ വാക്കുകൾ പറഞ്ഞതും പെട്ടെന്ന് ആദം ഇടയ്ക്ക് കയറി പറഞ്ഞു, മതി മതി, ഈ സംസാരങ്ങളൊക്കെ ഇവിടം കൊണ്ട് നിർത്തിക്കോ. പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി എടുക്കണ്ട. നമ്മളിപ്പോൾ 2 ദിവസം പഴയതുപോലെ ബാച്ചിലർ ലൈഫ് അടിച്ചു പൊളിക്കാനാണ് പോകുന്നത്. അതിനിടയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. എല്ലാം ഇവിടെ നിർത്തിയിട്ട് വേറെന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ നോക്ക്. നീ നല്ല കാര്യമെന്ന് പറയുമ്പോൾ എന്താ പറയണം? വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കൈ തലയിൽ തടവി ആലോചനയോടെ ചോദിക്കുന്ന അഭിയോട് പ്രവി പറഞ്ഞു, ഡാ, മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാതെ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. എടാ, ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. നീ ഒരുപാട് ഉണ്ടാക്കാൻ നിൽക്കാതെ ഇടുക്കിയിൽ പോയിട്ടുള്ള പ്ലാൻ പറയാൻ നോക്ക്. ഇടുക്കിയിൽ പോയി നമുക്ക് നല്ല വാറ്റ് ചാരായം കുടിച്ചാലോ? ആദത്തിന്റെ ചോദ്യം കേട്ടതും അഭി പറഞ്ഞു, അയ്വാ, അത് പൊളിച്ചു. ഇത് നമ്മള് കലക്കും. കുറച്ച് ഇടുക്കി ഗോൾഡ് കൂടി ആയാലോ? പ്രവീൺ കള്ളച്ചിരിയോടെ ചോദിച്ചതും അഭിയുടെ കയ്യിൽ നിന്നും വണ്ടി ഒന്ന് സ്ലിപ്പായിരുന്നു. അടുത്ത വണ്ടിയിൽ തട്ടാതെ ഡ്രൈവിംഗ് കൈപ്പിടിയിലാക്കിയിട്ട് അഭി പറഞ്ഞു, പോടാ കോപ്പേ, ചാരായം അത് മതി. അതിനപ്പുറത്തോട്ടുള്ള ഒരു രുചിയും രുചിച്ചു നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അയ്യടാ, നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാനിവിടെ കഞ്ചാവടിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന്. പഴയതുപോലെ അവർ ഫോമിലായി പലവിധ സംസാരങ്ങളുമായി മാറി മാറി വണ്ടി ഓടിച്ച് ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. നൈലയുടെ കാറ് കാട്ടുവഴിയിൽ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഇരുട്ടിയ ചുറ്റുപാടും ഒരു മനുഷ്യനെയും കാണാത്തതും കണ്ട് ഉള്ളിൽ ചെറിയ ഭയം കൂടി തുടങ്ങി. ഫോണെടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം റേഞ്ച് കണ്ടതും ആദ്യം തന്നെ സംഗീതയുടെ ഫോണിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്ത്
മെസ്സേജും ഇട്ടിട്ട് കല്യാണത്തിരക്കിൽ അവൾ മെസ്സേജ് നോക്കില്ലെന്ന ചിന്തയിൽ കോൾ ചെയ്തു. ഹലോ, നീ എവിടെയായി? വഴി തെറ്റിയോ? അങ്ങോട്ട് ഹലോ വെച്ചപ്പോൾ ഹലോ പറയാതെ പോലും തിരിച്ചു ചോദ്യം ചോദിച്ച സംഗീതയോട് നൈല പറഞ്ഞു. പെട്ടു മോളെ പെട്ടു. ഞാൻ കാട്ടുവഴിയിൽ പെട്ടു. കാറ് പണി തന്ന്. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക്. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പേടിയാകുന്നു. നീ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഇച്ചായനെ വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് സംഗീത ഫോൺ വെച്ചതും ഫോണിലെ റേഞ്ച് പോകല്ലേ എന്ന് പ്രാർത്ഥിച്ച് നൈല ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞയുടനെ സംഗീതയുടെ കോൾ പിന്നെയും വന്നു. ഡി, നീ ടെൻഷൻ അടിക്കേണ്ട, ഇച്ചായന്റെ ഫ്രണ്ട്സ് മതേതരത്വം വരുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ നീ നിൽക്കുന്നിടത്തെത്തും. കാർ ഒതുക്കിയിട്ടിട്ട് നീ അവരുടെ കൂടെ വരാൻ നോക്ക്. നാളെ പകൽ നമുക്ക് കാറ് ശരിയാക്കിയെടുക്കാം. ഒന്ന് മൂളിയിട്ട് നൈല ഫോൺ കട്ട് ചെയ്തു. സംസാരിക്കാൻ കഴിയാത്ത വിധം അവളുടെ നെഞ്ചിൽ വിലങ്ങൽ സൃഷ്ടിച്ചിരുന്നു. മനസ്സറിയാതെ ആദ്യമായി പ്രണയം തോന്നിയതും പിന്നീട് അയാൾക്ക് പ്രണയമുണ്ടെന്നറിഞ്ഞപ്പോൾ വേദനയോടെ പിൻവാങ്ങിയതും ഓർത്ത് നൈലയുടെ കണ്ണിന്റെ കോണിൽ ചെറുതായി നീർ പൊടിഞ്ഞു. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ആദ്യ പ്രണയം വല്ലാത്ത നോവ് സൃഷ്ടിക്കുന്നു. അപ്പോഴേക്കും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും നൈലയ്ക്ക് കോള് വന്നിരുന്നു. എടുക്കണോ വേണ്ടയോ എന്ന ആലോചന കൂടിയില്ലാതെ നൈല പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. മറുപുറത്തു നിന്നും ഗാംഭീര്യമുള്ള സ്വരം മുഴങ്ങി. ഹലോ, നൈലാദേവിയല്ലേ? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും.